94 അല്ലേ? 94 പ്രാവശ്യം ആക്ഷനുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞത് മനസ്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു. തോട്ട്സ് ആണ് അതിൽ മേജർ. തോട്ട്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എമോഷൻസ് ആണ്. ഒരാൾ മോട്ടിവേറ്റ് ചെയ്യണം, ഒരാൾ തോട്ട്സ് സ്റ്റിമുലേറ്റ് ചെയ്യും അല്ലേ? അയാളെ ഇൻസ്പയർ ചെയ്യിപ്പിക്കണം. അപ്പം ഈ ഇൻസ്പയർ ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് ഒരാള് എക്സ്റ്റേണൽ ആയിട്ടൊരാൾ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കണം. അപ്പോൾ ഒരു നിർജീവാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ, സജീവത ഇല്ലാതെ നിൽക്കുന്ന ഒരാൾ, ഇപ്പോൾ പ്രീ മെരിറ്റൽ കൗൺസിലിങ്ങിന് പോസ്റ്റ് മെരിറ്റൽ കൗൺസിലിങ്ങിനൊക്കെ വരാറുണ്ട്. ഈ സെക്ഷൽ ഏരിയയിൽ ഫെയിലിയർ ആയിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, രണ്ടുപേരും ഉണ്ടാവാം. ആരെങ്കിലും ഒരാൾ ഫെയിലിയർ എന്നുള്ളതാണ്. സ്ത്രീകൾ പൊതുവെ മടിയുള്ളത് കൊണ്ട് ഫെയിലിയറും, പുരുഷന്മാർക്ക് മറ്റു പല കാരണങ്ങൾ കൊണ്ടുള്ള ഫെയിലിയറൊക്കെ കാണിക്കാറുണ്ട്. വാട്ട് എവർ ദ ഫെയിലിയേഴ്സ്, ഈ ഫെയിലിയേഴ്സിനെ നമുക്ക് മറ്റു പല എമോഷണൽ ഫീഡിങ് കൊടുത്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ തോറ്റുപോയൊരു കുട്ടിയെ വിജയിപ്പിക്കാൻ വേണ്ടി വിജയവുമായി ബന്ധപ്പെട്ട കാര്യമുള്ള ഗുണമുള്ള എക്സൈറ്റഡ് ആകാൻ സാധ്യതയുള്ള, സക്സസ് കൊണ്ട് ഗുണമുണ്ടാവാൻ സാധ്യതയുള്ള, വിജയിച്ചാൽ ഉണ്ടാകാവുന്ന അതിൻ്റെ അഡ്വാൻറ്റേജുകളെ കുറിച്ച്, ബെനിഫിറ്റ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ നല്ല ഒരു മോട്ടിവേറ്ററായിട്ട്, നല്ലൊരു ഇൻസ്പയറിംഗ് പേഴ്സണായിട്ട് കൂടെയുള്ള രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞേക്കണേ, ഈ റമദാൻ മാസമല്ലോ, ഇപ്പോൾ മുസ്ലിങ്ങളുടെ സഹോദരന്മാരെല്ലാവരും നോമ്പ് തുറന്ന് ചെറിയ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വാങ്ങി വെച്ചിട്ട് വൈകുന്നേരം വരെ നോമ്പ് നോൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമ്മാനം തരുന്നുണ്ട്. റിയലി ഗെറ്റ് മോട്ടിവേറ്റഡ് ടു റിസീവ് ദാറ്റ്. അപ്പോൾ ആ ഒരു അച്ചീവ്മെൻറ്റിന്, ആ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ആ ഒരു ആക്ഷനിൽ അവർ ഇൻവോൾവ് ചെയ്യും. പതിയെ 1, 2, 3, 4 ഇയേഴ്സ് അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് റിസീവ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റിലേക്കും ഒരു ബ്രെയിനും ഒരു ഇൻ്റലിജൻസിലേക്കും അവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻ്റലക്ച്വലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹ്യൂമൻ ബീയിങ് പല കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം മോട്ടിവേറ്റ് ചെയ്ത ആളുകളെ, ഇൻസ്പയർ ചെയ്ത ആളുകളെ ഒരു പർട്ടിക്കുലർ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓവർ മോട്ടിവേറ്റഡ് ആവുകയോ ഓവർ എക്സൈറ്റഡ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും അത് ഓവർ ഗിയറിൽ പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത വേഗതയിൽ പോകുന്ന, 100-ൽ പോകേണ്ട റോഡിൽ 200-ൽ പോകുന്നത് പോലെയൊക്കെ ഓവർ എക്സൈറ്റഡ് ആയിട്ട് പോകുന്ന ആളുകളെ കാണാറുണ്ട്. ചിലപ്പോൾ അവരെ ഇടിച്ചു നിന്ന് പോവുക ചെയ്യും, ആക്സിഡൻ്റ് ആയിട്ട് കൊളാപ്സ് ആവുക ചെയ്യും. അപ്പം അവിടെയും ഒരു കൺട്രോൾ ഇൻ ഇമോഷൻസ് വളരെ നിർബന്ധം. അത് എല്ലാ വിഷയത്തിലും ഉണ്ടാവും. ഇപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്ത് ഭാര്യ ഭർത്താവ് തമ്മിൽ ഓവർ സെക്സ്, കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു ഡൈവോഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഓവർ സെക്ഷൽ ഇൻഡൽജും ലിപിഡോ ഒക്കെ ഉള്ളത് കൊണ്ട് ഹസ്ബൻഡിൽ നിന്ന് ഭാര്യ ഡൈവോഴ്സ് വാങ്ങിയതായിട്ട്. അപ്പം അവിടെയും എമോഷണൽ കൺട്രോൾ കിട്ടാതെ വരുന്ന സമയം, ഓവർ എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇടിച്ചു നിൽക്കുന്നത്, ആ ലൈഫ് തീർന്നു, കംപ്ലീറ്റ്ലി ദി സ്റ്റോപ്ഡ് ദ മൂവ്മെന്റ്. അപ്പം നമ്മൾ പറയുന്നത് ADHD-യിൽ ഈ ഒരു ഏരിയ വരാറുണ്ട്. ഓവർ എക്സൈറ്റ്മെന്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ കുട്ടികളിങ്ങനെ വൈബ്രൻ്റ് ആയിക്കൊണ്ടിരിക്കുക, അവരെ പിടിച്ചു വെക്കാൻ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരൊരാളിങ്ങനെ വെറുതെ നോമ്പ് തുറക്കുന്ന സമയത്ത് സംസാരിച്ചു, ADHD നമുക്ക് കൺട്രോൾ ചെയ്യുന്നത് അവരുടെ വല്ലാതെ ഉപദേശിക്കുന്നതൊക്കെ അവർ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യും, നമുക്കത് ഭയങ്കര ചാലഞ്ചിങ് ആവും തിരിച്ച്. അപ്പോൾ അവർ ഒരു ടേക്ക് കെയർ ചെയ്യാനോ ഒരു ഒബ്സർവേഷനിൽ നിർത്താനോ അല്ലാതെ അപ്പുറത്തേക്ക് ഓവറായിട്ട് അഡ്വൈസ് ചെയ്യാനൊന്നും പറ്റില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഈ മനസ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ചിലർ പറയും, എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചിലർ പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ, ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അയാൾ ഡീമോട്ടിവേറ്റഡ് ആവുന്ന കാണാൻ പറ്റും. നല്ലൊരു മോട്ടിവേഷണൽ വേർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡീമോട്ടിവേറ്റഡ് ആകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. മോട്ടിവേഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട്, ഹെസിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട്. ചിലർ പറയും എന്നെ മോട്ടിവേറ്റ് ചെയ്യൂ, എന്നെ ഒന്ന് എനർജറ്റിക് ആവട്ടെ. അപ്പോൾ അവർ മോട്ടിവേറ്റ് ചെയ്താൽ അവർ എനർജിക്ക്. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു മെൻ്റൽ ആക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള സ്റ്റിമുലികൾ ഒരാൾക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പല ആളുകളും ഗ്രോ ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഏത് ടൈപ്പിൽ പെടുന്നു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിക്കുന്നതാണ് ഈ ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷണൽ മോൺസ്റ്ററിലെ ഒരു നോളജ് എന്നോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ എന്നോ ഒരു ലേണിംഗ് എന്നോ അതിൻ്റെ അപ്പുറത്തേക്ക്
ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒന്നും അതിൻ്റെ അപ്പുറത്ത് റിയലൈസേഷനിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ ഇഗ്നോറൻസ് ഈസ് അവർ എനിമി എന്ന് പറയുന്ന ഈ ഒരു സീരീസ്. ഏകദേശം 5 വർഷം നമ്മൾ ഏപ്രിൽ മെയ് ജൂൺ കഴിഞ്ഞാൽ പൂർത്തിയാക്കും. 5 വർഷം പൂർത്തിയാക്കുന്ന ഒരു കാലത്ത് ഏകദേശം 5-ാമത്തെ വർഷം പൂർത്തിയാവാറായി, 6-ാമത്തെ വർഷത്തിലേക്ക് കടക്കും. അപ്പോൾ പല ആളുകൾക്കും തിരിച്ചറിവുണ്ടാവുകയും റിയലൈസ് ചെയ്തിട്ട് അവരവരുടെ പുതിയ മേജർ ഗുണങ്ങളിലേക്കും അവരുടെ അബിലിറ്റി റിയലൈസ് ചെയ്യാൻ സാധിക്കുകയും ഞാൻ ഏത് ആക്ഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നു. നമ്മളെ മനസ്സ് സപ്പോർട്ട് ചെയ്യുന്ന ആക്ഷനുകൾക്ക് ബോഡി വർക്ക് ചെയ്യുള്ളൂ. അത് നമ്മൾ എപ്പോഴും ആലോചിക്കണം. അപ്പം തിന്മകളെ ചെയ്യാൻ മാനസികമായിട്ട് കോർ സർക്കിളിനകത്ത് സെറ്റ് ചെയ്ത ഒരാൾ മനസ്സിനകത്ത് തിന്മയെ ജനറേറ്റ് ചെയ്യാൻ പുറത്തുനിന്ന് ഒരാൾ തിന്മ പറഞ്ഞുകൊണ്ടിരുന്നാൽ അയാളുടെ ഇന്നർ വാല്യൂസിൻ്റെ ഇന്നർ വാല്യൂ സർക്കിളുകളൊക്കെ ഹൈലി സെറ്റിൽഡ് ആണ്, കോൺക്രീറ്റഡ് ആണെങ്കിൽ അയാളുടെ ആക്ഷനിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് കുട്ടികളെ വളരെ കുട്ടിക്കാലത്ത് തന്നെ മികച്ച ക്വാളിറ്റിയിലേക്ക്, മികച്ച ബിഹേവിയറൽ സയൻസിലേക്ക്, ക്യാരക്ടറിസ്റ്റിക്സിലേക്ക്, മികച്ച തോട്ടിലേക്ക്, മികച്ച പാറ്റേൺ ഓഫ് റെസ്പെക്റ്റിലേക്കൊക്കെ കൊണ്ടുപോകണമെന്ന് പറയുന്നത്. പല ജനറേഷനും ഇപ്പം മാറി മാറി വന്ന സമയത്ത് പല ജനറേഷനിലും റെസ്പെക്ട് കംപ്ലീറ്റ്ലി തീർന്നു പോയോ, അല്ലെങ്കിൽ ബിഹേവിയറൽ പാറ്റേൺ പൂർണ്ണമായിട്ട് അബാൻഡൻഡ് ആയോ, അല്ലെങ്കിൽ സോഷ്യൽ ക്വാളിറ്റി പൂർണ്ണമായിട്ട് വാനിഷ് ആയോ എന്നൊക്കെ തോന്നുന്നുണ്ട്. ഇതൊക്കെ തിരിച്ചു വരും, കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരും. ഇപ്പം തിരിച്ചു വരുമ്പോൾ വളരെ കുറഞ്ഞ ആൾക്കാരെ തിരിച്ചു വരുള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ ഒരു സോഷ്യൽ വേസ്റ്റ് ആയിട്ട്, ഒരു വേസ്റ്റ് ഓൺ എർത്തായിട്ട് നിലനിൽക്കുകയും ചെയ്യും. അങ്ങനെ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. വെയിറ്റ് ചെയ്താൽ നമുക്ക് കാണാതൊക്കെ നമുക്ക് ആയുസുള്ളവർക്ക് കാണാൻ പറ്റും. അപ്പോൾ തിരിച്ചു വരൽ നിർബന്ധമാണ്. കാരണം സോഷ്യൽ എക്സിസ്റ്റൻസ് വളരെ നിർബന്ധമാണ്. അങ്ങനെ പോയിട്ടുള്ള എല്ലാ സൊസൈറ്റിയും തിരിച്ചു വന്നിട്ടുണ്ട്. അത് ചെറിയ ചെറിയ ഒരുപാട് രാജ്യങ്ങളിൽ തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് സൊസൈറ്റികൾ തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ട്. അത് സർവ വ്യാപകമായിട്ട് ലോകത്ത് മുഴുവൻ ആളുകൾക്കൊക്കെ സംഭവിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ ആൾക്കാരെ ബാക്ക് ടു ദ ഒറിജിൻ വരും. വരില്ല എന്ന് പറയാൻ പറ്റില്ല, 100% വരും. കാര്യം വരുന്നതിൻ്റെ ക്വാളിറ്റിയിലും ബിഹേവിയറിലും റെസ്പെക്റ്റിലും സോഷ്യൽ നോംസിലും ഫിലോസഫികളിലും പോളിസികളിലും പരസ്പരം ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് വിൻ മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് മെൻ്റൽ ആക്ഷൻസ്, ക്വാളിറ്റി മെൻ്റൽ ആക്ഷൻസ് നിർബന്ധമാണ്. ക്വാളിറ്റി മെൻ്റൽ ആക്ഷൻസ് നിർബന്ധമാണ്. അതില്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ നാട്ടിലൊക്കെ പല റിലേഷൻഷിപ്പും വൈവാഹിക ബന്ധമായിരുന്നാലും ബിസിനസ് ബന്ധമായിരുന്നാലും സോഷ്യൽ ബന്ധമായിരുന്നാലും ആളുകൾ വേറെ നാട്ടിലേക്ക് മാറുന്നതായിരുന്നു എല്ലാം ബ്രേക്ക് ആവുന്നത് ഇത്തരത്തിലുള്ള ക്വാളിറ്റി നോംസ് കയ്യിൽ നിന്ന് പോയത് കൊണ്ടാണ്. പല റീസെൻ്റ്ലി നടന്ന പല എന്താ പറയുക കംപ്ലീറ്റ് ഭൂമിയിൽ നിന്ന് ആളുകളെ തന്നെ ഇല്ലാതാക്കാനുള്ള പ്രവണത കുട്ടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കുട്ടിയെ വളർത്താൻ ഏതൊരു വിദ്യാഭ്യാസ രീതിക്കോ അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ രീതിയെ കൊണ്ടുപോകുന്ന വിഭാഗത്തിനോ അതല്ലെങ്കിൽ അതിന് മൊത്തത്തിൽ നോക്കേണ്ടുന്ന ഭരണവകുപ്പിനോ അതല്ലെങ്കിൽ അതിനെ കൂടെ നിന്ന് കൊടുക്കേണ്ട ജനങ്ങൾക്ക് ഒന്നും സാധിക്കാതെ പോയ ഒരു വല്ലാത്തൊരു കാലമായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ടെക്നോളജി വരും, വിവരം വരും, വിവരം എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ ഞാൻ ഉദ്ദേശിച്ചത്. പ്രാക്ടിക്കൽ നോളജ് ഒന്നും ആൾക്ക് വരണമെന്നില്ല. പ്രാക്ടിക്കൽ നോളജ് അവർക്ക് ഗെയിൻ ചെയ്ത് അതിനെ റിയാക്ട് ചെയ്യാനൊക്കെ സാധിക്കും. പ്രാക്ടിക്കൽ നോളജ് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ സസ്റ്റൈൻഡായി ഞാൻ നിലനിൽക്കുന്നു, എനിക്ക് ഈ ഇൻഫോർമേഷൻസ് ആവശ്യമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു തലമുറയെ നാടിനെ നശിപ്പിക്കും. അതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട. ഏതായിരുന്നാലും വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. God bless you. Thank you so much and have a great day. Love you all.